I would like to welcome our one of the prominent well-wisher of our Markaz, Riyaz Saadi, Gurupura. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. I would like to call a Sayyid to speak two few words which well wishes us, and also for inauguration of this session. Assalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. والعاقبة للمتقين وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم പ്രിയപ്പെട്ട ഈ മർക്കസിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അഭിനന്ദനായ ബദറുദ്ദീൻ സഖാഫി ഉസ്താദ്, മറ്റു പ്രിയപ്പെട്ട വേദിയിലുള്ള ഉസ്താദന്മാർ, ഉമറാക്കൾ, എൻ്റെ മുന്നിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, സഹറ എന്നുള്ള ഈ പദ്ധതിയുടെ വലിയൊരു അലങ്കാരമായ പിഞ്ചു മക്കൾ, ഉമ്മമാർ, സഹോദരന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തൊരുമ അവൻ്റെ പൊരുത്തത്തിലായി മാറ്റിത്തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, കാണുമ്പോൾ തന്നെ വലിയൊരു മനസ്സിക്ക് സന്തോഷാവുന്ന പോലത്തെ നല്ലൊരു പ്രോഗ്രാമായിട്ട് കയറി. സഹറത്ത് ചെറിയ മക്കള്, അതായത് മൊബൈലിലും മറ്റൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷമായ ആ മക്ക അൽഹംദുലില്ലാ അലിഫും ബാവും ABCDയും അതുപോലെ തന്നെ മറ്റു ലാംഗ്വേജ്, അതുപോലെ ഖുർആനെല്ലാം ഓതുകയും നല്ല മനസ്സിക്ക് സന്തോഷാവുന്ന പോലത്തെ നല്ല രൂപത്തിലുള്ള കാഴ്ച, അതിൻ്റെ ആ ഒരു നല്ലൊരു സിറ്റുവേഷൻ, അതാണ് സഹറ എന്നുള്ള ചുരുക്കി പറഞ്ഞാൽ. അൽഹംദുലില്ലാ, അല്ലാഹു ഈ സ്ഥാപനം ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് ഉയരണം. അല്ലാഹു അതിനുള്ള വഴികളൊക്കെ അല്ലാഹു തുറന്നു തരുമാറാകട്ടെ. കൂടുതലായിട്ട് പറയുന്നില്ല. ഇന്നത്തെ ഈ ഫെസ്റ്റ് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളൊക്കെ കാത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളുടെ ആ ഒരു പ്രോഗ്രാമാണ്. 1-2 വിഷയങ്ങൾ മാത്രം ഉണർത്തിയിട്ട് ഞാൻ ഉദ്ഘാടനത്തിലേക്ക് അടുക്കുന്നു. പരിശുദ്ധമായ പവിത്രമായ റജബ് അല്ലാഹു നമുക്ക് എന്തുകൊണ്ടും വലിയ ഖബൂലിയത്ത് നൽകുന്ന ഒരു മാസം. ജീവിതത്തിൽ ഒരുപാട് ഇസ്തിഗ്ഫാറുകളൊക്കെ അധികരിപ്പിച്ച് അൽഹംദുലില്ലാ നമ്മുടെ ജീവിതം ഒന്ന് നന്നാക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പവിത്രമായ ശഅബാനും റമളാനും ഒക്കെ നമ്മളിലേക്ക് വരാനിരിക്കുമ്പോൾ അതിൻ്റെ പുണ്യം പോലെ അതിനെ കാത്തു സൂക്ഷിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു എല്ലാവിധ സന്തോഷങ്ങളും വഴികളും നമുക്ക് തുറന്നു തരുമാറാകട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരു കാര്യം പറയുന്നു. നമ്മുടെ മക്കളെ നല്ല രൂപത്തിലേക്ക് നമ്മൾ വാർത്തെടുത്തില്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യം, സമൂഹം നമുക്ക് വലിയ അപകടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ മക്കൾ സഹറ മുതൽ അവരെ വെറും ക്യാമ്പസിലേക്ക് അയച്ചാൽ മാത്രം പോരാ, അവർ ആ സഹറ മുതൽ അവരെ നിരന്തരം ഫോളോ അപ്പ്, മക്കളെ ദീനി ചൈതന്യത്തിലായി നമുക്ക് വളർത്താൻ സാധിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. ആഖിറത്തിൽ നമുക്ക് ഉപകരിക്കുന്നത് 3 കാര്യമാണ്. അതിൽപ്പെട്ട ഒന്നാണ് വലദുൻ സ്വാലിഹൻ യദ്ഉ ലഹു, നമുക്കും വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കള്. ആ മക്കളായി നമ്മുടെ ഈ മക്കളൊക്കെ അല്ലാഹു ഉയർത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്, ഈ പരിപാടിക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു ഈ സംരംഭം, ഈ സ്ഥാപനം, ഇതിന് പിന്നെ പ്രവർത്തിക്കുന്ന, ഇതിനു വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, പ്രത്യേകിച്ചും ഇത്തരം സംരംഭങ്ങളുമായി
പിടിക്കുന്ന നെഞ്ചിലേറ്റി നടക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈറും ബറകത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله تعالى وبركاته. Shukran jazila to our beloved Sayyid. I would like to call Ustad Badruddin Azhari for the keynote speech and bless us all, inshallah. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد. ആദരണീയരായ അസയ്യിദ് ഇബ്രാഹിം ജുനൈദ് അർ-റിഫായി തങ്ങളവറുകളെ, വേദിയിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഉമറ, ലീഡേഴ്സുമാർ, കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മർക്കസു ദഅവത്തിൽ ഇസ്ലാമിയ മർക്കസ് കൈക്കമ്പ ചെള്ള ഈ മഹത്തായ സംസ്ഥ ചെറിയ മക്ക ZQ പ്രീ സ്കൂൾ നെറ്റ്വർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഞങ്ങളെ സന്താനം ആ മക്കു സിട്ടാവായ അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആൻ ചെറിയ പ്രായത്തിലെ അങ്ങനെ മനസ്സ് കൊടുക്കൂടെ ആ മനസ്സിൽ സൂക്ഷിച്ച് വെക്കട രൂപത്തിലുള്ള ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമായിട്ട് ZQ പ്രീ സ്കൂൾ ഇവിടെ വിഭാവനം ചെയ്തുകൊണ്ടുള്ളേ. ZQ തുടങ്ങിയിട്ട് ഒലിമ്പാമത്തെ വർഷ 3 വർഷ സഹറത്തുൽ ഖുർആനിലും ഇപ്പോ 7th സ്റ്റാൻഡേർഡ് തോലുള്ള സ്കൂളും അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 5th സ്റ്റാൻഡേർഡ് പഠിച്ച മക്കളിൽ പിന്നെ ഖുർആൻ സമ്പൂർണമായി കണ്ടപാഠ ആക്രമിക്കത്ത് ഞങ്ങളെ സഹറയിൽ ചേർന്ന മക്ക 5ഉം 6ഉം 7ഉം ജുസ് സമ്പൂർണ്ണ കണ്ടപാഠാക്കിയിട്ട് അൽഹംദുലില്ലാ ഈ സംസ്ഥ 10ാം ക്ലാസ് അല്ലെങ്കിൽ 9th 10th എത്തുമ്പോൾ ഒരുപാട് ഹാഫിളുകൾ ഖുർആൻ മനപ്പാടമുള്ള സമ്പൂർണ്ണ ഖുർആൻ മനപ്പാടമുള്ള ഹാഫിളുകളെ ഈ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടുണ്ട്. അതുപോലെ പ്രഗത്ഭരായ ടീച്ചേഴ്സുമാരെ നേതൃത്വത്തിൽ 2 വിദ്യാഭ്യാസവും അൽഹംദുലില്ലാ നല്ല നിലക്ക് ഈ സംസ്ഥ കൊടുത്തുകൊണ്ടുണ്ട്. അതെല്ലാം ഭംഗിയായി നടക്കൂ. ഇതിരത്തെ എല്ലാം പെറുത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങളുടെ ഉസ്താദുമാരുടെ പൊരുത്തവും അതുപോലെ മാതാപിതാക്കളെ പൊരുത്തവും ഈ രായ പരിസരത്തുള്ള സുമനസ്സുകളായ അല്ലാഹുടെയും അല്ലാഹുടെ റസൂലിനെയും പിരിസപ്പയിക്കടെ ഇൽമുടെയും ദീന്റെയും തഖ്വയുടെയും പിരിസബൈക്കടെ നല്ല മനുഷ്യന്മാർ, ഉമ്മമാർ, സഹോദരിമാർ എല്ലാവരും അൽഹംദുലില്ലാ ഈ മർക്കസിലൊട്ടിಗೆ കൈജോടനാക്കിയപ്പ അൽഹംദുലില്ലാ വലിയ ഒരു വിപ്ലവം ഇവിടെ ഉണ്ടാക്കുക സാധ്യ ആയോണ്ടുണ്ട്. ಅದಕ್ಕೆല്ലാം നേതൃത്വ കൊടുക്കൂടെ ഞങ്ങൾ ഏത് കാര്യക്രമവും പ്രാരംഭമാവുമ്പോൾ ഇണ്ട് സുബൈക്കും ഉടനെ സ്റ്റാഫുങ്ങ ഉസ്താദുമാർ മുതഅല്ലിമീങ്ങ
ബഹുമാനപ്പെട്ട സയ്യിദുന വഖായിദുന വമലാദുന വമൽജഉന സയ്യിദ് പീർസാദ മുഹമ്മദ് അസ്റാറുദ്ദീൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ സന്നിധാനത്ത് പോയിട്ട് ദുആർന്നിട്ടായിരിക്കട് ഈ കാര്യക്രമ സുബ്ഹി നിസ്കാര കഴിഞ്ഞിട്ട് പ്രാർത്ഥനയോടുകൂടെ അൽഹംദുലില്ലാഹ് തുടങ്ങിരെ ഇണ്ടും നങ്ങു വലിയ സൗഭാഗ്യമായിട്ടിക്കട് ഈ മഹത്തായ മജ്ലിസ് ഇവിടെ ഉദ്ഘാടനാക്കിയതും ദുആക്ക് നേതൃത്വം തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ജുനൈദ് റിഫായി ഷെയ്ഖുടെ കുടുംബ പാരമ്പര്യയിലുള്ള ബഹുമാനപ്പെട്ട ഒരു അഹ്ലു ബൈത്തായിട്ടിക്കട് ഞങ്ങൾക്കൂടെ ദുആക്ക് നേതൃത്വം തന്നെ ഉദ്ഘാടനാക്കിയ ഇപ്പൊ ഞങ്ങളെ യുസിയുടെ മക്കോവു ആദ്യമായിട്ട് അങ്ങനെ കൈക്ക് പരിശുദ്ധ ഖുർആൻ ആ നബി കുടുംബത്തിലുള്ള ആ പ്രഗത്ഭരായ സയ്യിദരെ ആ ദിവ്യഹസ്തത്താൽ ആ മക്കോവിടെ ഉദ്ഘാടനാക്കി കൊടുക്കൊണ്ടു. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഞങ്ങളെ മക്ക ഭവിഷ്യത്തെ ഭരവസയായിട്ടുള്ള മക്ക ദുനിയാവിലും ആഖിറത്തിലും ഉന്നതമായ ഇസ്സത്തുള്ള പദവിയിലേക്ക് ഉയർന്ന് അദബുള്ള നല്ല മക്കളായി അള്ളാഹു വളർത്തി തരുമാറാവട്ടെ. അതൊക്കെ വേനായിട്ട് സാത്ത് നിൽക്കടെ ഈ സംസ്ഥയുടെ ഏറ്റവും വലിയ ഘടകമായിട്ടിക്കട് മർക്കസ് ഫാമിലി ഈ മഹത്തായ സംസ്ഥയിൽ പഠിക്കടെ, ഹിഫ്ദുൽ ഖുർആൻ പഠിക്കടെ, സ്റ്റേ ചെയ്ത് പഠിക്കടെ മക്ക. അതുപോലെ ആലിമീങ്ങളായിട്ട് വളർന്നു പണ്ടേ ഉലമാക്കളെ വളർത്തിയെടുക്കടെ അസ്റാറുദ്ദീൻ ദഅവ കോളേജ്, അതുപോലെ ഇവിടുത്തെ സഹറ ഇന്റർനാഷണൽ സ്കൂൾ, ZQ പ്രീ സ്കൂൾ, അതുപോലെ വുമൻസ് ശരീഅത്ത് കോളേജ് അടക്കമുള്ള എല്ലാ സംസ്ഥയും പാരന്റ്സുമാർ, അതുപോലെ ഇവിടുത്തെ 10-35 സ്റ്റാഫുങ്ങ, ഞങ്ങൾ സഹപ്രവർത്തകന്മാർ എല്ലാവരും ഈ രായത്തെ പരിസരത്തെ നല്ലവരായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ചേർന്ന് ഇത് നമുക്കൊരു ആഖിറത്തുള്ള വലിയൊരു സ്വത്താവണ ചെല്ല ഉദ്ദേശത്തിൽ എല്ലാ ആൾമാരും വളരെ ആവേശത്തോടുകൂടെ വളരെ ആത്മാർത്ഥതയോടുകൂടെ കഠിനാധ്വാനം ചെയ്ത് ഈ സംസ്ഥകവേനായിട്ട് ദ്വാരക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും അധ്വാനിക്കുകയും ചെയ്യടെ നല്ല ഒരു ടീം ഇതിന് പിന്നാലെ ഉണ്ട്. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു തആല അങ്ങ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. ആ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഉള്ളാർ ഞങ്ങളെ സഹറ ആ ചെറിയ മക്കളുടെ അഡ്മിഷൻ ആക്കുമ്പോൾ കുട്ടികൊണ്ട് വന്ന ബാപ്പ, ഉമ്മ, ബോബ, അജ്ജി മരണപ്പെട്ട ഖബറിലുള്ള ഉള്ളാറ്, മൂത്താബമാർ, കുഞ്ഞബമാർ, പലരും ഫ്രണ്ട്സുമാർ പലരും മരണപ്പെട്ടു പോയ ഉള്ളാറ്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെല്ലാം ഖബറിടം സ്വർഗമാക്കി വിശാലമാക്കി പ്രകാശമാക്കി കൊടുക്കട്ടെ. ഈ സംസ്ഥരെ സ്നേഹിച്ച കാരണത്താൽ ഈ മക്ക പഠിക്കടെ പരിശുദ്ധ ഖുർആൻ ദീനിയായ ഉലൂമുകൾ അതെല്ലാം അങ്ങനെ ഖബറുകൾ അല്ലാഹു എത്തിപ്പാട്ടി കൊടുക്കട്ടെ. തുടക്കം മുതൽ ലാസ്റ്റ് തോലു ഞങ്ങളെ സംസ്ഥയിൽ നടക്കുന്ന കാര്യക്രമ ഇത് പൂർണ്ണമായും ഞങ്ങൾ ശ്രദ്ധയോട് ശ്രദ്ധിച്ച് അതുപോലെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യക്രമത്തും പൂർണ്ണമായും സഹകരിക്കടെ. ലാസ്റ്റ് തോലും ഇതിലെ എല്ലാ വിഷയത്തും പ്രവർത്തിക്കടെ. ഇവിടെ കൂടിയിട്ട് സഹകരിക്കടെ. എല്ലാ ആൾമാർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആർന്നിട്ട് എല്ലാ ആൾമാർക്കും സന്തോഷങ്ങൾ അറിയിച്ചിട്ട് നന്റെ പലക്കത്ത് വിറാമ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Shukran Jazila Ustad Badruddin Azhari for his keynote speech. Now I would like to call Sayyid Ibrahim Jilani Tangal to hand over the precious Holy Quran for our MZQ students, those who are starting their recitation of Holy Quran. And I would like to call all the MZQ students to come up in the line and to receive from the precious hand of our beloved Tangal.
بسم الله الرحمن الرحيم. الله أكبر. لا إله إلا الله. الله أكبر. الله أكبر ولله الحمد. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام
فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام Shukran Jazila to all the guests, those who hand out the Holy Quran, and all the students who receive the Holy Quran. Shukran Jazila. Now, it's time to celebration from our dear students. Bismillahirrahmanirrahim. Respected Chief Guest, Honorable Management, beloved teachers, dear parents, and my wonderful friends, Assalamu alaikum wa rahmatullahi wa barakatuh. With hearts full of gratitude and joy, we warmly welcome you all to Zara Fest 9th edition as we proudly unfold the magic of learning, creativity, faith and talent. All praise is due to Allah, who blesses us with knowledge, unity and opportunities to grow in both deen and dunya. To begin this auspicious gathering, let us illuminate our hearts with the recitation from the Holy Quran. I invite Fatima Aiza and team from Music UA to recite a Surah Mutaffifin.
Assalamualaikum. Bismillahirrahmanirrahim. Wailul lil mutaffifin alladzina idza iktalu 'alan nasi yastawfun wa idza kaluhum aw wazanuhum yakhsirun. ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين كلا إن كتاب الفجار لفي سجين وما أدراك ما سجين كتاب مرقوم ويل يومئذ للمكذبين الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم ثم يقال هذا الذي كنتم به تكذبون الذين يكذبون بالله إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون وإن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون صدق الله العظيم السلام عليكم. Subhanallah. May these verses guide our lives and strengthen our faith. Next, we have a wonderful English reading by Fatima Insha from UZQB.
Reading builds confidence and language skills. Let's listen carefully and encourage them with a big round of applause. Good evening. Once there was a woodcutter. One day he went to the jungle, get some wood. There he saw a big tree. He said, "What a big tree! I will get lots of wood if I by cutting this tree." The woodcutter decided to cut the tree next week, and he went away. After listening to the woodcutter, the tree became very sad. After a few days later, the woodcutter came with an axe, and he was about to cut the tree. He saw beautiful birds nest on the tree. Mama bird was feeding her baby bird. Woodcutter saw this and thought, "If I cut this tree, the bird will lose their homes." So he decided to cut the tree. A week later, when the woodcutter came to cut the tree, he saw the tree was full of flowers. Bees are buzzing and butterflies were fluttering around the flowers. By watching this, the woodcutter said, "Oh, if I cut this tree, what these little creatures do?" So he decided to cut the tree next time. Again, after few days, the woodcutter came cut to the tree. He saw the tree was full of fruits and many birds were eating the fruits on the tree, and many animals were eating the fruits. They fallen down under the tree. Looking at this, the woodcutter said, "Oh, what can I do now? Every time this tree gives something to someone." Looking at this, the woodcutter realized tree is very useful. Trees are our best friend. It gives lots of things to us. Food, shelter, shadow. So he decided to not cut the tree. The wood cut the tree, and when woodcutter went away. By looking this tree, became very happy. Moral: trees are our friends. Do not harm them. Assalamualaikum. That was a lovely reading. Thank you, dear Insha, for your clear and confident presentation.
Nasheeds fill our hearts with peace and love. Next, I invite Rifai and team from MZQ to present a beautiful nasheed. Assalamualaikum warahmatullahi wabarakatuh. Ya daim Maulana Allah, ya daim Maulana Allah, ya daim Maulana Allah, ya daim Maulana Maulana Habibi 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 Muhammad Rasulullah. Habibi 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 alayhi salatullah. Habibi 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 Muhammad Rasulullah. Habibi 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 alayhi salatullah. Anta Umaruna, anta sayyiduna, anta syafi'una ya Rasulullah. Anta qamaruna, anta sayyiduna, anta syafi'una ya Rasulullah. Anta qamaruna, anta sayyiduna, anta syafi'una ya Rasulullah. حب النبي ثارة في القلب والدار. حب